ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇപ്രാവശ്യം നമ്മുടെ കട്ടപ്പനയിലും ഈ കേരളമെമ്പാടും ഇളക്കി മറിക്കുന്ന ഒരു സിനിമയാണ് വാഴ 2. അപ്പം നമ്മൾ ഇന്ന് വാഴ 2 കാണാനായിട്ട് പോവാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കിട്ടില്ല. സ്പോട്ടിൽ ചെന്ന് നമുക്ക് സീറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കട്ടപ്പനയിൽ വന്നിട്ടുണ്ട്. കട്ടപ്പനയിൽ നിന്ന് ആണ് ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഐശ്വര്യ തിയേറ്ററിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഐശ്വര്യ തിയേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് സെൻട്രൽ ജംഗ്ഷനിൽ ഒക്കെ കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ കട്ടപ്പനക്കാർക്കൊക്കെ അറിയാം ഐശ്വര്യ തിയേറ്റർ എവിടെയാണ് എന്ന്. അപ്പം ഒരുപാട് പേര് ഇതിൻ്റെ റിവ്യൂ പറയാൻ തുടങ്ങി. കാരണം ഞങ്ങൾ റെയറാണ് പോയി സിനിമ കാണുന്നത്, വളരെ റെയറാണ്. എന്തെങ്കിലും നല്ല സിനിമ ഒത്തിരി റിവ്യൂ കണ്ടതിന് ശേഷമാണ് നമ്മളത് പോയി കാണുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പടം കണ്ടിട്ടുള്ളത് ഇവിടെയാണ്, നമ്മുടെ ഐശ്വര്യ തിയേറ്ററിലാണ് കൂടുതലും പടം കണ്ടിട്ടുള്ളത്. അതായത് നമുക്ക് തങ്കമണി, അതുപോലെ തന്നെ ഏതായിരുന്നു ആമയും, അതുപോലെ പോളിടെക്നിക്ക്, പിന്നെ മാളികപ്പുറം, അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ട ഒരു തിയേറ്ററാണ് ഐശ്വര്യ തിയേറ്റർ. അപ്പം അവിടെയാണ് നമ്മൾ വരുന്നത്. ഐശ്വര്യ തിയേറ്ററിൽ വാഴ 2ഉം അതുപോലെ ആകാശിൽ പള്ളിച്ചട്ടമ്പിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഐശ്വര്യ തിയേറ്ററിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. 5:45 ആയി നമ്മൾ വന്നപ്പോഴേക്ക്. നമ്മൾ കുറച്ച് നേരത്തെ പോന്നു, കാരണം നമുക്ക് സീറ്റ് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ പോന്നു. നമുക്ക് വീഡിയോയും റിവ്യൂ ഒക്കെ എടുക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മൾ വന്നിട്ടുണ്ട്. 5:45 ആയപ്പം ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് തൊട്ടടുത്തുള്ളൊരു ബജിക്കടയിൽ പോയി ചായ കുടിച്ചു. അതുപോലെ തന്നെ ഉള്ളിവട ഉണ്ടായിരുന്നു, അതുപോലെ മുട്ട ബജി, അതെല്ലാം വാങ്ങിച്ച് പിള്ളേർക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ചായ കുടി എല്ലാം കഴിഞ്ഞതിന് ശേഷം, ഇനി 9 മണിക്കല്ലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ചായ കുടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിയേറ്ററിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പോപ്കോൺ മേടിക്കാൻ ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ, കാരണം അതുപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അത് മേടിച്ചു. ഞങ്ങളും 2 പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് സിനിമ കാണുക എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് പോപ്കോണാണ്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ കയറി. ഞങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ കയറുന്ന ആ സ്ഥലത്തെ തന്നെ സീറ്റ് കിട്ടി. അതായത് K6, 7, 8, 9 എന്നുള്ള സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. 4 സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വാഴ 2 തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് അകത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളതിന് ശേഷം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. ഒരു 9:30 ആയപ്പോഴത്തേനും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് വളരെയേറെ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നമ്മുടെ വാഴ 2. എല്ലാവരും കാണാൻ മറക്കല്ലേ. അപ്പോൾ കൂടാതെ നമ്മുടെ വാഴ 2 കണ്ടിട്ട് നമ്മൾ വന്നിരിക്കുന്നതാണ്. അതിൻ്റെ റിവ്യൂ പറയാനുണ്ട്. നമ്മുടെ വാഴ 2ൻ്റെ സിനിമയുടെ അടിപൊളി സിനിമയാണ്, ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ചേറെ ചിരിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ് ഒക്കെ നമുക്ക് ഓർക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറേ ഇമോഷണൽ ആയിട്ടുണ്ട്. അതുപോലെ അത് മൊത്തത്തിൽ ടോട്ടലി അടിപൊളി പടമാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്ററിൽ കണ്ടാൽ അതിൻ്റെ ഒരു ഗുമ്മ നമുക്ക് മനസ്സിലാവത്തില്ല. അത് തുമ്പിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വാഴ 2 കണ്ടിട്ട്? അങ്ങനെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ തരുന്നതും അതുപോലെ തന്നെ ഒരുപാട് ചിരിപ്പിക്കാനും ഉള്ളതാണ് നമ്മുടെ വാഴ 2. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് നമ്മുടെ തിയേറ്ററിൽ തന്നെ പോയി കാണുക അല്ലേ? അപ്പോ എല്ലാവർക്കും വാഴ 2 കാണാനായിട്ട് ഓൾ ദ ബെസ്റ്റ്. നിങ്ങളും കാണണേ.